ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം പ്രവചിച്ച് ശബരിമലയിലെ 2014 ദേവപ്രശ്നം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കണം. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവയ്ക്ക് സാധ്യതയുണ്ട് എന്നായിരുന്നു ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. കൊടിമരം മാറ്റാൻ നിർദ്ദേശം നൽകിയത് ഈ ദേവപ്രശ്നത്തിലാണ്. 18-ാം പടിയുടെ സ്ഥാനവും അളവും മാറ്റരുത്. 18-ാം പടിയിൽ കൈവരി പണിയാമെന്നും ദേവപ്രശ്നത്തിൽ വ്യക്തമായിരുന്നു. 6 ലക്ഷം വിവരങ്ങൾ വേണ്ട. അതിന് തന്നെ ഒരു ക്ഷേത്രത്തിൽ എന്താണ് അതിന്റെ മുന്നോട്ട് പോക്ക്, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ ദേവഹിതം എന്ത് എന്നറിയാനാണ് ദേവപ്രശ്നം വയ്ക്കുന്നത്. അപ്പോൾ 2014 തന്നെ ഇങ്ങനെ മുൻകൂട്ടി കണ്ടതുപോലെയായോ കാര്യങ്ങൾ? ദിവിഷ്, 2014 ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ദേവപ്രശ്നത്തിലാണ് പിന്നീട് കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്നതിലേക്കൊക്കെ എത്തിയത്. അന്ന് ആ കൊടിമരത്തിന്റെ മുകളിൽ അനാവശ്യമായ ലേപനങ്ങളുണ്ടെന്നും കൊടിമരം ജീർണാവസ്ഥയിലാണെന്നും ഈ ദേവപ്രശ്നത്തിലാണ് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2017 പുതിയ കൊടിമരം പ്രതിഷ്ഠിച്ചത്. അതേ ദേവപ്രശ്നത്തിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് കൗതുകം ജനിപ്പിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ വ്യവഹാരവും ജയിൽവാസവും മാനഹാനിയും അപായവുമൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ആ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. അത് ശ്രദ്ധയോടെ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, വളരെ ശ്രദ്ധയോടെ ഒരു കൊള്ള നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നതെന്നുള്ളതാണ്. ഏതായാലും അതിനകത്ത് ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് അത് യാദൃശ്ചികമായെങ്കിലും സംഭവിച്ചത് വളരെ കൗതുകമുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ 18-ാം പടിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തരുത്, അതിൻ്റെ അളവ് പോലും മാറ്റരുത് എന്നുള്ള കാര്യങ്ങളും ആ ദേവപ്രശ്നത്തിൽ പറയുന്നുണ്ട്. ആഴിയുടെ സ്ഥാനം മാറ്റരുത്, പക്ഷേ നവീകരണമാകാം എന്ന് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നെയ്യഭിഷേകത്തിനൊക്കെ ശേഷം വൃത്തിയാക്കുമ്പോൾ അതിനകത്ത് രൂക്ഷമായ വസ്തുക്കൾ ആ വൃത്തിയാക്കലിന് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ മണിമണ്ഡപവുമായി ബന്ധപ്പെട്ട് മാളികപ്പുറവുമായി ബന്ധപ്പെട്ട് ഒക്കെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യമാണ് അതിനകത്ത് കൗതുകകരമായി തോന്നുന്നത്.